പാനൂർ സ്ഫോടനക്കേസിൽ CPIM-ന് ബന്ധമില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. അനിൽ ആന്റണിക്കെതിരായ ദല്ലാൽ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ അന്വേഷിക്കണം. സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണമെന്ന സുരേന്ദ്രന്റെ ആഗ്രഹം വെറും വ്യാമോഹം മാത്രമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. CPM-ന് ബോംബുണ്ടാക്കിയോ ബോംബ് ഉപയോഗിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും കാര്യം നിർവഹിക്കാനോ ഇല്ല. അത് ഞങ്ങൾ ഇത്രയും കാര്യം പറഞ്ഞുള്ളതാണ്. 27 ആളുടെ നമ്മുടെ സഹാക്കളെ ലിസ്റ്റ് ചെയ്യാൻ കൃത്യമായിട്ട് പത്രസമ്മേളനത്തിൽ എറണാകുളത്ത് കൊടുത്തതാണ്. ആ 27 സഹാക്കളെ കൊന്നിട്ടും ഞങ്ങളതിന് മറുപടിയായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ജനങ്ങളെ അണിനിരത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പരിപാടി. കാരണം രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ചില രഹസ്യങ്ങൾ ഉൾപ്പെടെ ചോർത്തി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം നടന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. വന്ന കാര്യം വെച്ചുകൊണ്ട് വളരെ ഗൗരവപൂർണ്ണമായ പരിശോധന നടക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം. 100% നന്ദകുമാറിനെ വിശ്വസിക്കാനും പറ്റില്ല. നന്ദകുമാറാണ് പറഞ്ഞത് എന്നുള്ളതുകൊണ്ട് ഇനി വല്ല വസ്തുതകളാണെങ്കിൽ നമ്മൾ തള്ളിക്കളയാനും പറ്റില്ല. അതുകൊണ്ട് ഇത് രണ്ടും വെച്ചുകൊണ്ട് വളരെ ഫലപ്രദമായൊരു അന്വേഷണം നടത്തുകയാണ് വേണ്ടത്. സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടമാക്കാനാണ് സുരേന്ദ്രൻ്റെ നിർദ്ദേശം എന്ന് പറയുന്ന ഭാഷ. സുരേന്ദ്രൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെ ഇന്ത്യയിലെ പുരാണ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള പേര് നൽകാനും ചരിത്രപരമായ പേരുകൾ ഒഴിവാക്കാനുമുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഫാസിസത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. ഫാസിസം വരുമ്പോഴേ ചിലപ്പോൾ വരും. ജയിച്ചാൽ നടക്കൂല, ഫാസിസം വരണം. അല്ലാണ്ട് വെറുതെ ജയിച്ചു എന്നുള്ളതൊന്നും നടക്കാൻ പോകുന്നില്ല. നടക്കാത്ത കാര്യം ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇതൊന്നും വിലപ്പോവില്ല.